നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിലും മറ്റും വലിയ വിശ്വാസമുണ്ട് ദിലീപിന് കണ്ടകശനി കാലമായിരുന്നുവെന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത്. കോടതി കേസും ജയിൽവാസവുമൊക്കെ ഈ കാലഘട്ടത്തിൽ ദിലീപിന് പറഞ്ഞിരുന്നു. പെരിയാർ തീരത്ത് ശിവരാത്രി ആഘോഷം നടക്കുന്ന മണപ്പുറത്തിന് അഭിമുഖമായാണ് ദിലീപിന്റെ പത്മസരോവരം. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു നടൻ എന്ന നിലയിൽ പ്രശസ്തനായതിനു ശേഷമാണ് അവിടെ സ്ഥലം വാങ്ങിയത്. എന്നാൽ പുതുതായി വാങ്ങിയ സ്ഥലത്തെ ആ പഴയ വീട് അപകടമെന്നാണ് ജ്യോത്സ്യന്മാർ ദിലീപിനോട് പറഞ്ഞത്. ആ പഴയ വീട് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം. കേസ് വരുന്നതിന് 2 വർഷം മുൻപ് ആ പഴയ വീട് ദിലീപ് പൊളിച്ചു മാറ്റി. പിന്നീട് പുതിയ പത്മസരോവരം എന്ന വീട്. കൊച്ചിയിലെ താലികെട്ട് ചടങ്ങുകൾ കഴിഞ്ഞ് കാവ്യമാധവൻ വിളക്ക് വെച്ച് കയറിയത് ആ പുതിയ വീട്ടിലേക്ക്. ദേശമെന്ന സ്ഥലത്താണ് ദിലീപ് ജനിച്ചു വളർന്ന പഴയ വീട്. മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ആ വീട്ടിലേക്ക്. എന്നാൽ അവിടെയും ജ്യോതിഷികൾ ദിലീപിനോട് പറഞ്ഞു, ആ വീട്ടിൽ 2 പേർക്ക് ഒരുമിച്ച് വാഴാൻ കഴിയില്ല. അതുകൊണ്ടാണ് കാവ്യയെ പുതിയ പത്മസരോവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പത്മസരോവരം എന്ന വീട്ടിൽ ജീവിതം തുടങ്ങുമ്പോൾ ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു തൻ്റെ കരിയറിനെ നോക്കിക്കണ്ടത്. പക്ഷെ അപ്രതീക്ഷിതമായി വന്ന കേസ്. കഴിഞ്ഞ 8 വർഷക്കാലം ഒരു കേസ് ദിലീപിനെ വേട്ടയാടുന്നു. എല്ലാറ്റിനുമൊടുവിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ആ സുപ്രധാന വിധി. ഏറെ ആശങ്കയോടെ രാമൻ പിള്ള എന്ന അഭിഭാഷകന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ദിലീപിനെ നമ്മൾ ചാനലുകളിലൂടെ കണ്ടു. രാമൻ പിള്ളയുടെ ഓഫീസിൽ നിന്നിറങ്ങി ദിലീപ് നേരെ കോടതിയിലേക്ക്. മാധ്യമപ്രവർത്തകർക്ക് നേരെ മുഖമുയർത്തി നോക്കുന്നില്ല. ആ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു. കോടതി വിധിയിൽ തനിക്ക് ജയിൽ ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ എല്ലാം തകിടം മറിയും. ഇപ്പോൾ തുടങ്ങിവെച്ച സിനിമയടക്കം. ഏറെ ആശങ്കകളുടെ നിമിഷങ്ങൾ. കോടതി മുറിക്കുള്ളിലെ ദിലീപിൻ്റെ മുഖം ഏറെ വിവർണമായിരുന്നു. എന്നാൽ വിധി പ്രസ്താവം കഴിഞ്ഞ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച. മാധ്യമപ്രവർത്തകർ പൊതിയുമ്പോൾ ദിലീപിൻ്റെ മുഖത്ത് വലിയ ആത്മവിശ്വാസം. ഇതുവരെ തന്നെ വേട്ടയാടിയിരുന്ന മാധ്യമപ്രവർത്തകർ ഇതാ തൻ്റെ ബൈറ്റിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നു. മുൻപൊക്കെ വിചാരണയ്ക്കും മറ്റ് പോലീസ് നടപടികൾക്കുമൊക്കെ ദിലീപിനെ കൊണ്ടുപോകുമ്പോൾ പാഞ്ഞെടുത്തിരുന്ന മാധ്യമപ്രവർത്തകരുടെ മുഖത്തേക്ക് പോലും ദിലീപ് നോക്കിയിരുന്നില്ല. എന്നാൽ അതേ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ദിലീപ് കണ്ഠമിടറി പറഞ്ഞു, എന്നെ വേട്ടയാടി വീഴ്ത്തി. തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നു. എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷം. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തൻ്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിക്കുന്നത്. അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടിക്കൊരുങ്ങിയത്. അതിനായി അവർ മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥകൾ മെനഞ്ഞു. ആ കഥകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിന്റെ കള്ളക്കഥയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്ന് ദിലീപ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ കണ്ടമിടറി പറയുമ്പോൾ അതിലപ്പുറം ചില സന്ദേശങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. തുടക്കം മുതൽ ദിലീപ് കേസിൽ കളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ദിലീപിൻ്റെ സുഹൃത്തുക്കൾ വിവരിക്കാറുണ്ട്. തിരുവനന്തപുരത്തെ ഒരു സ്വാമിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്ന സമയത്തായിരുന്നു ദിലീപിനെതിരെയുള്ള ഈ കേസ്. ഈ കേസിന് പിന്നിൽ പോലീസിലെ ഉന്നതരുടെ ചില ഇടപെടലുകളുണ്ട് എന്ന് ദിലീപിന്റെ സുഹൃത്തുക്കൾ ആദ്യം മുതൽ ആക്ഷേപമുന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് ദിലീപ് വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയായ ആർ ശ്രീലേഖ ജയിൽ DGP ആയിരുന്ന കാലഘട്ടത്തിൽ ദിലീപിനെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. പിന്നീട് ശ്രീലേഖ പറഞ്ഞു, ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന്. ഒരുപക്ഷെ കേരളത്തോട് ഒരു പ്രമുഖ വ്യക്തി നടത്തിയ ആദ്യ പ്രതികരണമായിരുന്നു അത്. ആർ ശ്രീലേഖ എന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ മറ്റൊരു പ്രത്യക്ഷ ശത്രുവായിരുന്നു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ. ഇപ്പോൾ ദിലീപ് എന്ന നടൻ വിരൽ ചൂണ്ടുന്നതും ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ് എന്ന് ദിലീപിന്റെ വാക്കുകൾ. സമൂഹത്തിൽ എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാൻ അവർ അങ്ങനെ ചെയ്തു. കൂടെ നിന്നവരോടാണ് ദിലീപിന് നന്ദി പറയാനുള്ളത്. പ്രത്യേകിച്ച് തൻ്റെ കുടുംബാംഗങ്ങളോട്, സുഹൃത്തുക്കളോട്, പ്രാർത്ഥിച്ചവരോട്. വക്കീലായ രാമൻ പിള്ളയുടെ അടുക്കലേക്ക് ഓടിയെത്തി ദിലീപ് ആ മുഖത്ത് ചുംബിച്ചു. പിന്നെ അദ്ദേഹത്തെ ചേർത്ത് ആശ്ലേഷിച്ചു അദ്ദേഹത്തിൻ്റെ കാലുകളിലേക്ക്.
തൻ്റെ ജീവിതം തിരിച്ചു തന്ന രാമൻ പിള്ളയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ദിലീപിൻ്റെ വികാര പ്രകടനങ്ങൾ. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന കേസിലെ ഗൂഢാലോചനാവാദം ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താരസംഘടനയായ അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിൽ. ഒരു ക്രിമിനൽ ഗൂഢാലോചന പുറത്തേക്ക് കൊണ്ടുവന്നത് നടി മഞ്ജു വാര്യർ. അതിനെതിരെയാണ് ഇപ്പോൾ ദിലീപിന്റെ പ്രതികരണം. പിന്നീട് ഈ കേസിലെ മുഖ്യ സാക്ഷിയായി മഞ്ജു വാര്യർ തന്നെ മാറി. നീതിക്ക് വേണ്ടി 3215 ദിവസങ്ങളാണ് കടന്നുപോയത്. അതിജീവിതയുടെ പോരാട്ടം എന്നും സുവർണ ലിപികളാൽ എഴുതപ്പെടും. അത്രയേറെ അവർ അനുഭവിച്ചു. കേസിന്റെ വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച അതിജീവിതയുടെ മൊഴികൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ അതിജീവിത നൽകിയ നിരവധി അഭിമുഖങ്ങൾ, ഈ അഭിമുഖങ്ങളിൽ അവർ എല്ലാം തുറന്നു പറയുന്നു. കേസിലെ മുഖ്യപ്രതിയായ നടന് മറ്റൊരു നടിയുമായി ഉണ്ടായ അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയായ നടി ചോദിച്ചപ്പോൾ ഒന്നും തനിക്ക് ഒളിച്ചു വെക്കാൻ തോന്നിയില്ല. അറിയാവുന്ന കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞു. അതിജീവിത പലപ്പോഴായി വെളിപ്പെടുത്തിയ സത്യം ഇതാണ്. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി. ഇതിനെ തുടർന്ന് അമ്മയുടെ പ്രതികരണം പുറത്തു വന്നു. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു. ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിലൂടെയാണ് അമ്മ തങ്ങളുടെ പ്രതികരണം പങ്കുവച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയിരുന്നു. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് താരസംഘടന ഇത്തരമൊരു തീരുമാനമെടുത്തത്. പിന്നീട് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ ദിലീപിനെ ആ ഘട്ടത്തിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് വിവാദമായി ആളിക്കത്തിയപ്പോൾ ഇനി അമ്മയിലേക്കില്ല എന്ന് ദിലീപ് പ്രഖ്യാപിച്ചു. ഒരു വശത്ത് 8 വർഷം നീണ്ടുനിന്ന കരിയർ നഷ്ടം, മറുവശത്ത് കോടിക്കണക്കിന് രൂപയാണ് കേസുകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കേണ്ടി വന്നത് ദിലീപിന്. സമൂഹത്തിലേറെ ഒറ്റപ്പെട്ടു. ഏറെ വേട്ടയാടലുകൾക്ക് താൻ വിധേയനായി എന്ന് ദിലീപ് പലരോടും പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞു. പല സുഹൃത്തുക്കളും തന്നിൽ നിന്ന് അകന്നുപോയി. സിനിമാ ലോകത്ത് നേരിൽ കണ്ടാൽ പോലും പലരും സംസാരിക്കാതായി. അവിടെ നിന്നാണ് ഇപ്പോൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദിലീപ് ജീവിതത്തിലേക്കും കരിയറിലേക്കും തിരികെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചത് പലതും വ്യക്തമായിരുന്നു. തൻ്റെ കരിയർ നശിപ്പിച്ചവർക്കെതിരെ ദിലീപ് വെല്ലുവിളിയുടെ ശബ്ദമുയർത്തുന്നില്ല. പകരം അതിശക്തമായ ഭാഷയിൽ താൻ വേട്ടയാടപ്പെട്ടു, ഒരു ഗൂഢാലോചനയുടെ ഇരയാണ് താൻ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ദിലീപ് വ്യക്തമാക്കുന്നു. കോടതിയിൽ 10 തലയുള്ള രാവണൻ എന്നാണ് രാംകുമാർ അഭിഭാഷകനെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. വക്കീൽ വേഷം അഴിച്ചു വെച്ചാൽ പിന്നെ സ്വാത്വികനും മൃതഭാഷിയുമായ ഒരു സാധാരണ മനുഷ്യൻ. വർഷങ്ങളായി കേരളം ഉറ്റുനോക്കിയ ദിലീപ് കേസ്. ആ ദിലീപ് കേസിൽ ഇപ്പോൾ ദിലീപിന് അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ടാണ് രാമൻ പിള്ള വാർത്തകളിൽ നിറയുന്നത്. സാക്ഷിമൊഴികൾ പൊളിച്ചെടുക്കാൻ പലപ്പോഴും രാമൻ പിള്ളയുടെ കൂർമ്മ ബുദ്ധിക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് ദിലീപ് വിജയത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. ആദ്യഘട്ടത്തിൽ കെ രാംകുമാറിനെയായിരുന്നു ദിലീപ് കേസ് ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് രാമൻപിള്ള വക്കീലിന് കൈമാറി. രാമൻപിള്ള കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് 83 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപ് പുറത്തിറങ്ങിയത്. ദിലീപിനെ കേസിൽ നിന്ന് ഊരാനുള്ള സർവ്വതന്ത്രങ്ങളും ഫലം കാണുന്ന കാഴ്ചയാണ് ഈ വിധിയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. വൻ ജനക്കൂട്ടമായിരുന്നു കോടതി വിധി കേൾക്കാൻ കോടതി പരിസരത്ത് തടിച്ചുകൂടിയത്. കോടതി മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ദിലീപ് നേരെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് ആദ്യമായി നെഞ്ചുവിരിച്ച് താൻ കുറ്റവിമുക്തനായി എന്ന ആത്മവിശ്വാസം ആ മുഖത്ത് പ്രകടമായിരുന്നു. പ്രോസിക്യൂഷനെ തീർത്തും നിരാശയിലാഴ്ത്തുന്ന വിധി. മറുവശത്ത് പലവിധ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. വിധി പ്രസ്താവം കേട്ട് ആലുവയിലെ പത്മസരോവരത്തിൽ വലിയ സന്തോഷാരവം ഉയർന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ എന്ന ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടതോടെ വീട്ടിലുള്ളവരൊക്കെ തുള്ളിച്ചാടി. ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനും മകളും വലിയ സന്തോഷത്തിൽ. ഇനി ആ വീട്ടിൽ സന്തോഷത്തിന്റെ തിരതല്ലൽ. ഈ വിധിയോടെ ദിലീപിന്റെ പട്ടാഭിഷേകം വീണ്ടും മലയാള സിനിമയിൽ ഉണ്ടാകുമോ? ആ താരസിംഹാസനം തിരികെ പിടിക്കാൻ ദിലീപിന് കഴിയുമോ? മറ്റു പ്രതികളുടെ ശിക്ഷാവിധികളെക്കാൾ ആകാംക്ഷ 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ വിധിയറിയാനായിരുന്നു കേരളക്കരയ്ക്ക്. ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി വാദിക്കുകയും ചെയ്തവർ ഒരു വശത്ത്, മറുവശത്ത് ദിലീപ് നിരപരാധിയെന്ന് വിശ്വസിച്ചിരുന്ന മറ്റൊരു വിഭാഗം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ ശ്രദ്ധയും ദിലീപിലേക്ക്. ദിലീപ് ആലുവയിലെ വീട്ടിലുണ്ടോ, മറ്റെവിടെയെങ്കിലുമാണോ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ
നുഴഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് 9:30 മണിയോടെ സഹോദരൻ അനൂപിനൊപ്പം നടൻ ദിലീപ് തന്റെ അഭിഭാഷകനായ രാമൻപിള്ളയുടെ ഓഫീസിൽ കേസിലെ 10ാം പ്രതിയായ ശരത്തിനൊപ്പമാണ് ദിലീപ് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ദിലീപിനെ പിന്തുടർന്ന് മാധ്യമങ്ങൾ കോടതിയിൽ എത്തുന്നതിന് മുൻപാണ് അഭിഭാഷകന്റെ ഓഫീസിൽ കയറി രാമൻപിള്ളയുടെ അനുഗ്രഹം വാങ്ങിയത്. വിധി എന്തു തന്നെയായാലും താനതിനെ സ്വീകരിക്കുമെന്ന നിലപാട് മുഖത്തു വരുത്താൻ നടൻ നേരത്തെ തന്നെ ഉദ്ദേശിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു കോടതിയിലേക്ക് എത്തിയത്. കോടതി ആരംഭിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി പ്രഖ്യാപിക്കുന്നു. തുടർന്ന് 7ാം പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നു. അതിനുശേഷമാണ് 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ്. കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിലീപ് സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങൾക്ക് നന്ദിയെന്നും ഒപ്പം 9 കൊല്ലം പിന്തുണച്ച എല്ലാവർക്കും നന്ദി. കേസ് ആരംഭിച്ചപ്പോൾ മുതൽ താൻ നേരിട്ട വ്യക്തിഹത്യയ്ക്കും അപമാനങ്ങൾക്കും ജയിൽവാസത്തിനുമുള്ള മറുപടി ദിലീപിന്റെ മുഖത്തെ ആ ചെറുപുഞ്ചിരി. അതിലപ്പുറം ആ മുഖത്ത് പലതും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചറിയുന്നു. തന്നെ വേട്ടയാടിയവർക്കുള്ള സമ്മാനമാണ് ആ ചെറുചിരി. എന്നാൽ അതിലപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കോടതി വിധിക്കെതിരെ വലിയ വിമർശനങ്ങൾ. ദൈവത്തിൻ്റെ കോടതിയിൽ അന്തിമവിധിയെന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. ദിലീപ് നിരപരാധിയാണ് എങ്കിൽ ദൈവത്തിൻ്റെ കോടതി വെറുതെ വിടും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.